നമസ്കാരം, സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രയേൽ ബോംബാക്രമണത്തിൽ 18 മരണം. ഗാസയിൽ ആക്രമണം രൂക്ഷം. ഇസ്രയേൽ ബോംബാക്രമണത്തിൽ ഗാസയിൽ ഇന്നലെ 16 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. അൽമവാസിയിലെ ഒരു കുടുംബത്തിലെ 5 അംഗങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. യുദ്ധം നിർത്താൻ ഇസ്രയേലിനുമേൽ US സമ്മർദ്ദം ചെലുത്തണമെന്ന് ഐക്യരാഷ്ട്ര സംഘടനാ മേധാവി ആന്റോണിയോ ഗുട്രസ് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം മധ്യ ഗാസയിൽ അഭയകേന്ദ്രമായ സ്കൂളിൽ ബോംബിട്ടതിനെ തുടർന്ന് UN-ന്റെ പലസ്തീൻ അഭയാർത്ഥി ഏജൻസിയായ UNRWA-യുടെ 16 ജീവനക്കാർ അടക്കം 18 പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ കൂടുതൽ വിവരം ശേഖരിച്ചു വരികയാണെന്ന് US വ്യക്തമാക്കി. യുദ്ധം അവസാനിപ്പിക്കാനുള്ള വഴി തേടി സ്പെയിൻ വിളിച്ചു ചേർത്ത മന്ത്രിതല സമ്മേളനം മഡ്രിഡിൽ ആരംഭിച്ചു. ദ്വിരാഷ്ട്ര പരിഹാരം യാഥാർത്ഥ്യമാക്കാനുള്ള കൃത്യമായ സമയപരിധിയും മുസ്ലിം യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനം തയ്യാറാക്കും. യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ മേധാവി ജോസഫ് ബോറൽ, പലസ്തീൻ പ്രധാനമന്ത്രി മുഹമ്മദ് മുസ്തഫ എന്നിവർക്ക് പുറമെ നോർവേ, സ്ലൊവേനിയ, ഈജിപ്ത്, സൗദി അറേബ്യ, ഖത്തർ, ജോർദാൻ, ഇന്തോനേഷ്യ, നൈജീരിയ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട്. ഇസ്രയേൽ പങ്കെടുക്കുന്നില്ല. മെയ് 28-ന് സ്പെയിൻ, നോർവേ, അയർലൻഡ് എന്നീ രാജ്യങ്ങൾ ഔദ്യോഗികമായി പലസ്തീന് രാഷ്ട്രപദവി അംഗീകരിച്ചിരുന്നു. ഇതോടെ 193 അംഗ ഐക്യരാഷ്ട്ര സംഘടനയിൽ 146 രാജ്യങ്ങളും പലസ്തീന് അംഗീകാരം നൽകിയിട്ടുണ്ട്. അതിനിടെ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ കഴിഞ്ഞയാഴ്ച ഇസ്രയേൽ സൈന്യം വെടിവെച്ചു കൊന്ന തുർക്കി സ്വദേശി ആയിഷനൂർ ഇസ്ജിയുടെ മൃതദേഹം ഇന്നലെ ടെൽ അവീവിൽ നിന്നും ഇസ്താംബുളിൽ എത്തിച്ചു. ആയിഷനൂറിന്റെ ജന്മദേശമായ ദിദിമിൽ ഇന്ന് ഖബറടക്കം നടക്കും. കഴിഞ്ഞയാഴ്ച വെസ്റ്റ് ബാങ്കിൽ പലസ്തീൻ പ്രതിഷേധ റാലിയിൽ പങ്കെടുക്കുമ്പോഴാണ് വെടിയേറ്റത്. ഇസ്രയേൽ ആക്രമണത്തിൽ ഗാസയിൽ ഇതുവരെ 41,118 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. 95,125 പേർക്ക് പരുക്കേറ്റു.